ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അനുഭവപ്പെട്ട ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഞങ്ങൾ ഫെബ്രുവരി 5-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ പോയി. രാവിലെ അമ്പലത്തിൽ തൊഴുതു. ഉച്ചയ്ക്ക് ഞങ്ങൾ റൂമിൽ വന്ന് അമ്പലത്തിൽ തന്നെ കുറേ നേരമൊക്കെ ഇരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ റൂമിൽ വന്നു. കുറേ നേരം റെസ്റ്റ് എടുത്തു. പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വീണ്ടും വൈകിട്ട് തൊഴാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ റൂമിൽ വന്നു. അപ്പോൾ കുളിച്ചിട്ടുമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം വീണ്ടും ഇരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കെന്തോ തടയുന്ന പോലെ തോന്നി. ഞാൻ കാതിൽ ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ കമ്മൽ മാത്രം ഇരിപ്പോണ്ട് ആണിയില്ല. അപ്പോൾ ആണി ഇല്ലാതെ കമ്മൽ മാത്രം ഇരുന്നപ്പോൾ ആണി അവിടെ എവിടെയെങ്കിലും വീണതായിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ സമയം ആണിയില്ലാതെ കമ്മൽ കാതയിൽ ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം നോക്കി. മൊബൈലിൻ്റെ ടോർച്ച് എടുത്തിട്ട് അവിടെ എല്ലാം അടിച്ചു നോക്കി. ബെഡെല്ലാം തട്ടിക്കുടഞ്ഞുകൊണ്ടിരുന്ന ഡ്രസ്സെല്ലാം നോക്കി. അവിടെ അത്രയും നോക്കി. അവിടെ ബാത്റൂമിലെല്ലാം നോക്കി. എങ്ങും അത് കണ്ടില്ല. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ വീണ്ടും വൈകുന്നേരം അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ എന്നാലും എൻ്റെ കമ്മലിൻ്റെ ആണി പോയല്ലോ. അപ്പോൾ പിന്നെ കാതിൽ കമ്മൽ ഇല്ല. പിന്നെ അവിടെ ഒരു കടയിൽ കയറി വേറൊരു ചെറിയ കമ്മൽ വാങ്ങിച്ച് ഞാൻ കാതിലിട്ടിട്ടാണ് അമ്പലത്തിൽ പോയത്. അപ്പോൾ അമ്പലത്തിൽ വെച്ചും എൻ്റെ കസിൻ സിസ്റ്റർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടല്ലോ, റൂമിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലും എൻ്റെ കമ്മലിൻ്റെ ആണി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് അന്നേരം തമാശയായിട്ട് പറഞ്ഞു, ചേച്ചി കഴിഞ്ഞ ദിവസം 35 കിലോയുടെ ഒരു ഉരുളി ആരോ കൊണ്ടുവന്ന് കൃഷ്ണന് കൊടുത്തു, സ്വർണ്ണത്തിൻ്റെ ഉരുളി. അപ്പോൾ ചേച്ചി എന്തെങ്കിലും ഇതുവരെ കൊടുത്തിട്ടുണ്ടോ കൃഷ്ണന്? അപ്പോൾ അതുകൊണ്ട് കൃഷ്ണന് ചിലപ്പം ചേച്ചിയുടെ സ്വർണ്ണം ഇത്തിരി വേണമെന്ന് വിചാരം കാണും. അപ്പോൾ ചേച്ചി ഇതുവരെ കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ചേച്ചിയുടെ സ്വർണ്ണം എന്തെങ്കിലും ഇത്തിരി ഇരിക്കട്ടെ എന്ന് കൃഷ്ണൻ വിചാരിച്ച് കാണും. അതുകൊണ്ട് കൃഷ്ണൻ അങ്ങ് എടുത്തതാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് എന്ത് പോയാലും അത് കൃഷ്ണൻ്റെയാണ്. അപ്പോൾ അത് കൃഷ്ണൻ എടുത്ത് കാണും. ചേച്ചി അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക, നല്ലതാണ് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അന്നേരം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം, ഒരു സന്തോഷവും അന്നേരം. കൃഷ്ണൻ്റെ ആണെന്നല്ലോ, കൃഷ്ണൻ എടുത്തതാണ് എന്ന് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പിന്നെ ചിന്തിച്ചിട്ടേയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇന്ന് 16-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ എന്തോ തിളങ്ങുന്നു. അപ്പോൾ ഞാനത് എടുത്തു വെച്ച് നോക്കിയപ്പോൾ ഒരാണിയാണ്. അത് എങ്ങനെ അതവിടെ വന്നു? പിന്നെ എനിക്ക് ഒരു സംശയം, ഇനി എവിടുന്നെങ്കിലും എങ്ങനെ വീഴാനാന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അല്ലാതെ നമ്മുടെ വീട്ടിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ആണി മാത്രം എങ്ങനെ അവിടെ വീഴും? വേറെ കമ്മലിൻ്റെ ആണിയൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. പിന്നെ അവിടെ ആണി എങ്ങനെ വരും? അപ്പം ഞാൻ ആണി എടുത്ത് നോക്കി. അപ്പോൾ എൻ്റെ കമ്മലിൻ്റെ ഇപ്പോൾ ഉള്ള ആണി ആ കമ്മൽ ഊരി അത് ഇങ്ങനെ നോക്കി മറ്റേതുമായിട്ട് പിന്നെ നമ്മൾക്ക് അവിടെ കിട്ടുമ്പോൾ നോക്കുമ്പോൾ അറിയാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അന്നേരം നല്ലപോലെ നോക്കി. അപ്പോൾ ആണിയുടെ പുറത്ത് 916 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തപ്പോഴേ ഞാൻ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ എന്താ ഇതിനകത്തും എഴുതിയിട്ടുണ്ട് 916 എന്ന്. അപ്പോൾ ഇത് എങ്ങനെ ആണി മാത്രം എനിക്ക് അവിടെ നിന്ന് മുറ്റത്തുനിന്ന് കിട്ടി? ഇപ്പോൾ ഇത്രയും ദിവസമായി ഞങ്ങളുടെ മുറ്റമല്ലേ, എപ്പോഴും നമ്മൾ കയറി നടക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ കട്ടകൾ പാകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇതിരിക്കുന്നത്. അപ്പോൾ എത്രയോ ദിവസം അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എങ്ങും ഇത് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് അവിടെ വന്ന്? അവിടെ ഒരു തുളസി നിൽപ്പുണ്ട് മുറ്റത്ത്. 3-4 തുളസികളൊക്കെ ഇങ്ങനെ ആ കട്ടകളുടെ ഇടയിലൂടെ ഇങ്ങനെ തന്നെ കിളിച്ചിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഉണക്കാന്നല്ലോ. അപ്പോൾ ഈ ഭയങ്കര ചൂട് കൂടിയ സമയത്ത് 1-2 എണ്ണമൊക്കെ ഉണങ്ങാറായിക്കെ നിൽക്കുന്നു. വേറെ ഒരെണ്ണത്തിരി പച്ചയുണ്ട്. അപ്പോൾ ആ ഒരു പച്ച ഇലകളുള്ള ആ തുളസിയുടെ അടുത്തായിട്ട് ഈ ആണി അവിടെ കിടക്കുന്നു. അപ്പം ഞാനതെടുത്ത് നോക്കിയപ്പോൾ ഇത് 916 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ആണി മാത്രം എൻ്റെ 5-ാം തീയതി കളഞ്ഞുപോയ ഗുരുവായൂർ വെച്ച് കളഞ്ഞുപോയ ആണി എങ്ങനെ എൻ്റെ വീടിൻ്റെ മുറ്റത്തുനിന്ന് എനിക്കത് ഭഗവാൻ കാണിച്ചു തന്നു? എനിക്കത് ഭയങ്കരമായ അത്ഭുതം. ഇതൊക്കെ ആരോടത്തും പറഞ്ഞാൽ പോലും ഒരാൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഭഗവാന്റെ അത്ഭുതങ്ങൾ അനുഭവിച്ച് അറിയുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ മനസ്സിലാവും ഇത് പെട്ടെന്ന്. അത്രയ്ക്കും എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ ആ ആണി ഇങ്ങനെ എടുത്തു വെച്ച് നോക്കിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. എനിക്കങ്ങ് ഭഗവാനെക്കുറിച്ച് ഓർത്തപ്പോൾ, ഭഗവാൻ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ എന്തുവാ ഭഗവാൻ ഇത് കാണിച്ചത്? എങ്ങനെ എനിക്കിത് എൻ്റെ കയ്യിൽ ഞാൻ തന്നെയാണ് അത് കണ്ടതും. അപ്പോൾ എന്തോ തിളങ്ങുന്നത് ഞാൻ കണ്ടിട്ടല്ലേ ഞാനത് എടുത്തത്. അപ്പോൾ അങ്ങനെ എനിക്കത് കിട്ടി. ഭഗവാനത് എനിക്ക് കൊണ്ട് തന്നത് തന്നെയാണ് എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അവിടെ ഒരു സംശയത്തിന് പോലും ഇടയില്ല. ആ രീതിയിൽ എനിക്ക് ആ കമ്മലിൻ്റെ ആണി കിട്ടി. അപ്പോൾ അതാരാ? ഗുരുവായൂരപ്പൻ തന്നെ കൊണ്ടുവന്ന് എനിക്ക് തന്നതാണ്. ഇത് ഒരിക്കലും ഇവിടുന്ന് കിട്ടേണ്ടതല്ല.
ഗുരുവായൂർ അമ്പലത്തിൽ കളഞ്ഞു പോയി. ആണി ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, ആണി പോയി കഴിഞ്ഞാൽ പിന്നെ കമ്മൽ കുറച്ച് നേരം പോലും കാതിൽ ഇരിക്കത്തില്ല. അപ്പോൾ അപ്പോഴെവിടെയോ പോയതാണ്, ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ പോയതാണ്. അങ്ങനെ പോയ ആ സ്വർണ്ണമാണ് എനിക്കിന്ന് ഇവിടെ ഗുരുവായൂരപ്പൻ കൊണ്ടുവന്ന് ആ തുളസിയുടെ ചവിട്ടി കൊണ്ടുവന്ന് ഇട്ടെന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് കേൾക്കുന്നവർക്കൊന്നും വിശ്വസിക്കാനേ പറ്റത്തില്ല. പക്ഷേ ഇത് നമ്മളുടെ അനുഭവമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് സന്തോഷമായിട്ടുള്ള ഒരു അനുഭവമാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.